നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാനും സൗജന്യ ഭക്ഷണമടക്കം നൽകിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തി വന്നത്. എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ നീക്കം. 18 വർഷമായി നൽകി വന്ന സൗജന്യ ഭക്ഷണം എയർ ഇന്ത്യ എക്സ്പ്രസ് നിർത്തലാക്കിയിരിക്കുകയാണ്. ബജറ്റ് എയർലൈൻസ് എന്ന സങ്കല്പത്തിലാണ് സൗജന്യ സ്നാക്സ് ബോക്സ് നൽകിയിരുന്നത്. എന്നാൽ ഇനി അതില്ല. കൂടാതെ എല്ലാ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനത്താവളങ്ങളിലെയും ഭക്ഷണ മെനു പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ യാത്രക്കാർക്ക് ഭക്ഷണവും ബുക്ക് ചെയ്യാം. ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പുതിയ മെനു അനുസരിച്ചുള്ള ഭക്ഷണത്തിന് പണം മുൻകൂറായി അടയ്ക്കണം. വിമാനത്തിൽ നിന്നും പണം നൽകിയും യാത്രക്കാർക്ക് ഭക്ഷണം വാങ്ങാം. വിമാനത്തിലെ 3 നേരത്തെ ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുകയും അനേകം വിഭവങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കുന്നവർക്ക് പ്രത്യേക വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 22 മുതലാണ് പുതിയ മാറ്റങ്ങൾ നിലവിൽ വരിക. ചൂടേറിയ ഭക്ഷണങ്ങളും ലഘു വിഭവങ്ങളും അടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങൾ ലഭ്യമാക്കാനായി അവാർഡ് ജേതാവായ ഇൻഫ്ലൈറ്റ് ഡൈനിങ് ബ്രാൻഡ് ഗൗർമെയറിനെ ഉൾപ്പെടുത്തുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ജൂൺ 22 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിലെ അതിഥികൾക്ക് ഗോർമെയറിന്റെ ചൂടേറിയ ഭക്ഷണങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് .com വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും. ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് ഉറപ്പാക്കാനായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യ, UAE, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ മികച്ച ഫ്ലൈറ്റ് കിച്ചണുകളിലെ ഷെഫുമാരായി സഹകരിക്കുന്നുണ്ട്. ആകാശത്തിൽ 36,000 അടി ഉയരത്തിൽ പോലും ചൂടുള്ള ഭക്ഷണം ലഭ്യമാക്കുന്ന ഗൗർമെയറിന്റെ സേവനങ്ങൾ ആസ്വദിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഏഷ്യ മാനേജിംഗ് ഡയറക്ടർ അലോക് സിംഗ് പറഞ്ഞു. എന്നാൽ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷം എയർ ഇന്ത്യയിൽ ഭക്ഷണ സേവനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് യാത്രക്കാരുടെ വിലയിരുത്തൽ. മാത്രമല്ല, ക്രൂ അംഗങ്ങൾക്കുള്ള ഹോട്ടലിലെ പ്രത്യേക മുറി താമസവും നിർത്തിയിരുന്നു. 2 പേർക്ക് ഒരു മുറി എടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഡൽഹി ലേബർ കോടതി ഈ തീരുമാനം സ്റ്റേ ചെയ്തിരുന്നു. വ്യോമയാന മേഖലയിൽ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും ചിലവ് കുറയ്ക്കാനുമാണ് എയർ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും നൽകി വന്ന ഇളവുകൾ നേരത്തെ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചിരുന്നു. 50% നിന്ന് 25% ഇളവുകൾ വെട്ടിക്കുറച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സൗജന്യമായി നൽകി വന്ന ഭക്ഷണവും നിർത്തലാക്കിയത്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് വഴി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ വിമാനത്താവളത്തിലെത്തുമ്പോൾ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ കരുതണമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. കാർഡില്ലെങ്കിൽ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കയ്യിൽ കരുതണം. മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ ആ വ്യക്തിയുടെ അനുമതി പത്രം കൈവശം കരുതണമെന്നും ഒപ്പം കാർഡിന്റെ പകർപ്പും കൈവശം സൂക്ഷിക്കണമെന്നും എയർലൈൻ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.